dear students, welcome back to Concept Angle. Today we discuss the third chapter of Plus 2 Biology, Human Reproduction. Plus 2 Biology first chapter, Reproduction in Organisms. That's what we discussed in the chapter. That's what we mainly discussed the main characters of sexual and asexual reproduction. Okay, so in that chapter, the human beings are sexually reproducing viviparous animals. Then, we sentence human reproduction in the chapter start. The humans are sexually reproducing viviparous animals. What is mean by viviparous? Viviparous എന്ന് പറഞ്ഞാൽ they give birth to young ones. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവരെയാണ് നമ്മൾ viviparous എന്ന് പറയുന്നത്. അല്ലേ? അപ്പോൾ sexual reproductionന്റെ വേറെ characters എന്തെല്ലാമായിരുന്നു? Sexual reproduction involves two parents. Two parents നമുക്കറിയാം മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻസ് ഉണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ. അതുപോലെ തന്നെ വേറൊരു ക്യാരക്ടർ ആയിരുന്നു ഫ്യൂഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്. And the example is human beings. Humans are examples. അല്ലേ? അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റി പഠിച്ച ക്യാരക്ടേഴ്സ്. എന്തൊക്കെയായിരുന്നു? ദി ഇൻവോൾവ്മെന്റ് ഓഫ് ടു പാരൻസ് ആൻഡ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ആൻഡ് ദ ഹ്യൂമൻ ബീയിങ്സ് ആർ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് വിവിപാരസ് ആനിമൽസ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സിലെ സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റിയാണ്. ഈ സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി അവരുടെ എന്തെല്ലാം ഓർഗൻസ് ആണ് ഹ്യൂമൻസിലുള്ളത്, അതെങ്ങനെയൊക്കെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്, ഒരു ബേബി എങ്ങനെയാണ് യൂട്രസിൽ ഫോം ചെയ്യുന്നത്, അതിൻ്റെ ബർത്ത് എങ്ങനെയാണ് നടക്കുന്നത്, ഇതെല്ലാമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. The first one is events in human reproduction. എന്തെല്ലാം ഇവന്റ്സ് ആണ് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നടക്കുന്നത് നമുക്ക് നോക്കാം. Gametogenesis. First one is gametogenesis. Second one is insemination. The third one is fertilization. The fourth one is development of blastocyst. And the fifth one is implantation. Sixth one is embryogenesis. And the seventh gestation, and the eighth one parturition. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോസസ്സുകളാണ് നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എംബ്രിയോജെൻസിസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എംബ്രിയോജെൻസിസ് എന്താണ്? ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ്. ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ്. ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഗമീറ്റ്സ് ആണ്? ഫീമെയിൽ ആൻഡ് മെയിൽ ഗമീറ്റ്സ് ആണ് ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ്. അതായത് ഫീമെയിൽ ഗമീറ്റ്സും മെയിൽ ഗമീറ്റും ഫോം ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഗമീറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിലീസ് ഓഫ് സെമൻ ഇൻ ടു ദ വജൈന പോർഷൻ. അതായത് റിലീസ് ഓഫ് സെമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേംസ്. ആ സ്പേംസിനെ വജൈന പോർഷനിലേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. റിലീസ് ഓഫ് സ്പേംസ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ അറിയാം നമുക്ക്. ഫ്യൂഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ടു ഫോം സൈഗോട്ട്. ദാറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ. Fusion between male and female gamete to form zygote. And the
Fourth one is development of blastocyst. Blastocyst എന്താണ്? സൈഗോട്ട് പല സ്റ്റേജസിലൂടെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അതായത് സൈഗോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സിംഗിൾ സെല്ലാണ്. ആ സിംഗിൾ സെല്ല് അതിൽ ഡിഫറൻസിയേഷൻ നടന്ന് മൾട്ടിപ്പിൾ സെൽസ് ആകുന്നു. അതിനെയാണ് നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. ആ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ആ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആ സൈഗോട്ടിൻ്റെ ആ ഡെവലപ്മെൻറ്റ് അതിലൊരു സ്റ്റേജാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് blastocyst. And the next one is implantation. Implantation എന്ന് പറയുമ്പോൾ the zygote is attached to the uterine wall. യൂട്രസിൻ്റെ വോളിലേക്ക് സൈഗോട്ട് വന്ന് അല്ലെങ്കിൽ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇംപ്ലാന്റേഷൻ നടന്നില്ലെങ്കിൽ എന്ത് പറ്റും? യൂട്രസിൻ്റെ വോളിലേക്ക് വന്ന ഈ ബ്ലാസ്റ്റോസിസ്റ്റ്, അതായത് സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത ഉണ്ടായ സ്ട്രക്ചറാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. ആ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ദ ലീഡ്സ് ടു അബോർഷൻ. ഓക്കെ, അപ്പോൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ദെൻ എംബ്രിയോജെൻസിസ്. എംബ്രിയോജെൻസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ. ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ അല്ലെങ്കിൽ എംബ്രിയോ ഫോർമേഷൻ. സൈഗോട്ട് വലുതായി വലുതായി എംബ്രിയോ ആയിട്ട് മാറുന്നതിനെ നമ്മൾ എംബ്രിയോജെനിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദ ജസ്റ്റേഷൻ. ദ ജസ്റ്റേഷൻ ഈസ് ദ പ്രഗ്നൻസി പീരീഡ് അല്ലേ? അതായത് എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റ്. എംബ്രിയോയ്ക്ക് ഓരോ മന്തിലും ഓരോ ഡെവലപ്മെൻ്റ് ആണ്. അതിനെയാണ് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം 280 days ആണ് നോർമൽ പ്രഗ്നൻസി പീരീഡ് അല്ലെങ്കിൽ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 280 days ആയിരിക്കും. നോർമലി 280 days. ദെൻ ലാസ്റ്റ് വൺ ഈസ് പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിവറി ഓഫ് ദ ബേബി ആണ് പാർച്ചുറേഷൻ, ഡെലിവറി. അപ്പം ഇത്രയും സ്റ്റെപ്പുകളാണ് ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്നത്. നമുക്കൊന്നുകൂടി നോക്കാം. ഗമീറ്റോജെൻസിസ്, അതായത് ഗമീറ്റ് ഫോം ചെയ്യണം, ഫീമെയിൽ ആൻഡ് മെയിൽ ഗമീറ്റ് ഫോം ചെയ്യണം. ദെൻ ഇൻസെമിനേഷൻ നടക്കണം, റിലീസ് ഓഫ് സ്പേംസ് ഇൻ ടു ദ വജൈന പോർഷനിലേക്ക് നമ്മൾ ആ സ്പേംസിനെ റിലീസ് ചെയ്യണം, അതാണ് ഇൻസെമിനേഷൻ. പിന്നെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ആവണം, ദാറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ പ്രോസസ്. ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്, അതായത് സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആകണം. ആ ബ്ലാസ്റ്റോസിസ്റ്റ് ദെൻ യൂട്രിൻ വോളിലേക്ക് അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ. ദെൻ എംബ്രിയോജെൻസിസ്, സൈഗോട്ടിന്റെ എംബ്രിയോ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മൾ എംബ്രിയോജെൻസിസ് എന്ന് പറയുന്നത്. Then gestation. Gestation is the pregnancy period and the last one is parturition. Pregnancy period കഴിഞ്ഞാൽ പിന്നെ ഡെലിവറി ഓഫ് ദി ബേബി ആണ്, അതിനെയാണ് നമ്മൾ പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മുടെ ഇവൻസ് ഇൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കേണ്ടത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. എന്തൊക്കെയാണ് ഈ റീപ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെയിൽസിലുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. The male reproductive system is situated in the pelvis region. ഈ male reproductive system ടോട്ടലി ഇരിക്കുന്നത് പെൽവിസ് റീജിയനിലാണ്. Okay, and the male reproductive system consists a pair of testes, accessory duct, accessory glands and external genitalia portion. A pair of testes, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം 2 testes ഉണ്ട്. 2 testes ഉണ്ട്. എ പെയർ ഓഫ് ടെസ്റ്റിസ്. ആക്സസറി ഡക്സ്, അതായത് ആ സ്പേമിന് ഈ ടെസ്റ്റിസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സ്പേംസിന് മൂവ് ചെയ്യാൻ വേണ്ടി കുറേ വഴികൾ കൊടുത്തിട്ടുണ്ട്, അതാണ് ആക്സസറി ഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ആക്സസറി ഗ്ലാൻസ്, അതായത് ഈ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ കുറേ ഗ്ലാൻസ് ഉണ്ട്, അത് കുറേ സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്പേമിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റിന് ആ സെക്രീഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദ ലാസ്റ്റ് പോർഷൻ ഈസ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോർഷനാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര പോർഷൻസ് ഉണ്ട്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് 4 parts. എ പെയർ ഓഫ് ടെസ്റ്റിസ്, ടെസ്റ്റിസ് 2 ഉണ്ട്, അതുകൊണ്ട് തന്നെ എ പെയർ ഓഫ് ടെസ്റ്റിസ്. ആക്സസറി ഡക്ട്, accessory gland and the external genitalia portion. Then testisനെ കുറിച്ച് പഠിക്കാം.
testis. Testis is the primary sex organ of males. നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ട് ടെസ്റ്റിസ് കാണാം. ഇതിന് എന്ത് ഷേപ്പാണ്? ഓവൽ ഷേപ്പാണ്. ഓവൽ ഇൻ ഷേപ്പ്. Okay, and the testis length is 4 to 5 centimeter in length and the 2 to 3 centimeter in width. ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 to 5 സെൻറ്റിമീറ്ററും അതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 2 to 3 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, ഓവൽ ഇൻ ഷേപ്പാണ്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ദ testis is covered by a structure called scrotum. ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം സ്ക്രോട്ടം. ദാ ടെസ്റ്റിസിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. ദിസ് ഈസ് സ്ക്രോട്ടം. ഓക്കെ, അപ്പോൾ എന്തിനാണ് അങ്ങനെ ടെസ്റ്റിസിനെ ഒരു കവറിങ് കൊടുത്തിരിക്കുന്നത്? എന്തിനായിരിക്കും ഒരു കവറിങ് കൊടുത്തിരിക്കുന്നത്? ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ലോ ടെമ്പറേച്ചർ ഓഫ് ദ ടെസ്റ്റിസ്. ടെസ്റ്റിസിന് എപ്പോഴും ഒരു ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. ഏകദേശം 2 to 2.5 degrees Celsius lower than the normal body temperature. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും ഒരു 2 to 2.5 degree Celsius കുറവായിരിക്കണം നമ്മുടെ ടെസ്റ്റിസിൻ്റെ ടെമ്പറേച്ചർ. അങ്ങനെ അവിടെ ആ ഒരു ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് സ്ക്രോട്ടം എന്നുള്ളൊരു കവറിങ് ടെസ്റ്റിസിന് പുറമേ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു ലോ ടെമ്പറേച്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഹെൽപ്പ് ഫോർ സ്പെർമാറ്റോജെനസിസ്. സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേം പ്രൊഡക്ഷനെയാണ് നമ്മൾ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെസ്റ്റിസിൽ നിന്നാണ് സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ടെസ്റ്റിസിൽ നിന്ന് ഈ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ ആ ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ ഒരു ലോ ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അങ്ങനെ ലോ ടെമ്പറേച്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് ദ ടെസ്റ്റിസ് ഈസ് കവേർഡ് ബൈ സ്ക്രോട്ടം സ്ട്രക്ചർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദെൻ നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ടെസ്റ്റിസ്. ഓക്കെ, ദെൻ സ്ക്രോട്ടം ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്ക്രോട്ടം. ഇവിടെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്ക്രോട്ടം. ദിസ് ഈസ് സ്ക്രോട്ടം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടെസ്റ്റിസ്. നമ്മൾ ടെസ്റ്റിസിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനൊരു സ്ട്രക്ചറാണ്. ഓവലിൻ ഷേപ്പിൽ വരുന്ന സ്ട്രക്ചർ. എത്രയായിരുന്നു അതിൻ്റെ ലെങ്ത്? 4 to 5 സെൻറ്റിമീറ്റർ. വിഡ്ത്ത് എത്രയായിരുന്നു? 2 to 3 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ആൻഡ് ദ ടെസ്റ്റിസ് ഈസ് കമ്പോസ്ഡ് ഓഫ്, അല്ലെങ്കിൽ ഇൻസൈഡ് ദ ടെസ്റ്റിസ് ദർ ഈസ് 250 കമ്പാർട്ട്മെന്റ്സ് കോൾഡ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം, ഇത് ഈ ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ ഓരോ കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ 250 കമ്പാർട്ട്മെന്റ്സ് കാണിച്ചിട്ടില്ല, പക്ഷേ അങ്ങനെ ഓരോ കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് പറയുന്നത്. വിത്തിൻ ദ ടെസ്റ്റിസ് ദാറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു 250 compartments is known as testicular lobules. And each testicular lobule, ഓരോ കമ്പാർട്ട്മെന്റ് എടുത്ത് നോക്കിയാലും നമുക്കതിൽ കാണാം 1 to 3 highly coiled structure called seminiferous tubule. അപ്പോൾ ടെസ്റ്റിസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ കമ്പാർട്ട്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ഓരോ ഹൈലി കോയിൽഡ് സ്ട്രക്ചർ ഓരോ കമ്പാർട്ട്മെന്റിലും 1 to 3 ഹൈലി കോയിൽഡ് സ്ട്രക്ചർ കാണാം. ദാറ്റ് ഈസ് സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസിൽ നിന്നാണ് എന്ത് പ്രൊഡക്ഷൻ നടക്കുന്നത്? സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു കോയിൽഡ് സ്ട്രക്ചർ ആണ് സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് എന്ത് പ്രൊഡക്ഷൻ നടക്കുന്നത്? സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം
spermatogonial cells and Sertoli cells. അതായത് ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ പിക്ചറിൽ ഓരോ സെമിനിഫറസ് ട്യൂബ്യൂൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. Seminiferous tubule, each seminiferous tubule is lined by two type of cells, male germ cells and Sertoli cells. Male germ cells ne namukku വേറൊരു പേരും പറയാം, spermatogonia. Spermatogonia. ഓക്കെ, കണ്ടോ ഇവിടെ രണ്ട് ടൈപ്പ് സെൽസ് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിൽ ഓരോ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിലും രണ്ട് ടൈപ്പ് സെൽസ് കാണാം. ഇതാണ് സ്പെർമാറ്റോഗോണിയ. ദെൻ ഈ ഏറ്റവും ഉള്ളിലേക്ക് കാണുന്നതാണ് സെർട്ടോളി സെൽസ്. ഈ സ്പെർമാറ്റോഗോണിയ സെൽസ് ആണ് ദാറ്റ് ഡിവൈഡ് അല്ലെങ്കിൽ ദാറ്റ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ആൻഡ് ടു ഫോം സ്പേംസ്. ഈ സ്പെർമാറ്റോഗോണിയൽ സെൽസിന് മയോസിസ് നടന്നിട്ടാണ് അത് സ്പേംസ് ആയിട്ട് മാറുന്നത്. സ്പെർമാറ്റോഗോണിയ undergo meiosis process to form sperms. ഓക്കെ, അപ്പോൾ സ്പെർമാറ്റോഗോണിയ സെൽസും സെർട്ടോളി സെൽസും എവിടെ കാണുന്നതാണ്? വിത്തിൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്, അല്ലെങ്കിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ദാറ്റ് ഈസ് spermatogoniya and Sertoli cells. Spermatogoniya undergo meiotic division, repeated meiotic division to form sperms. As Sertoli cells എന്തായിരിക്കും അതിൻ്റെ ഫംഗ്ഷൻ? Sertoli cells give nutrition to the spermatogoniya cells. അല്ലെങ്കിൽ ഈ spermatogoniya cells സ്പേംസ് ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ അതിനൊരു ന്യൂട്രീഷൻ കൊടുക്കുന്നത് ഈ Sertoli cells ആണ്. ഓക്കെ, സ്പെർമാറ്റോഗോണിയയ്ക്ക് വേണ്ട ന്യൂട്രീഷൻസ് അത് മിയോട്ടിക് ഡിവിഷൻ നടന്ന് സ്പേംസ് ആയിട്ട് മാറാനുള്ള അല്ലെങ്കിൽ അതിന് വളർന്ന് വലുതാകാനുള്ള ഒരു ന്യൂട്രീഷൻ കൊടുക്കുന്നത് Sertoli cells that gives nutrition to the spermatogonia. Next portion, interstitial cells or Leydig cells. Interstitial cells or Leydig cells എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ്, നമ്മൾ പറഞ്ഞു ഇതാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഓരോ സെമിനിഫറസ് ട്യൂബ്യൂൾസും ആണ് ഈ കാണുന്നത്. Outside the seminiferous tubules there is a space called interstitial space. അതായത് അപ്പോൾ ഇവിടെ കാണുന്ന ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇവിടെ കാണുന്ന ഈ സ്പേസ് ആണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയുന്നത്. ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് കണ്ടെയ്ൻസ് ബ്ലഡ് വെസൽസ് ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലേഡിക് സെൽസ്. അപ്പോൾ ഇവിടെ കുറേ ബ്ലഡ് വെസൽസ്, ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് അതാണ്, ബ്ലഡ് വെസൽസും ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലേഡിക് സെൽസും അവിടെയുണ്ട്. ഈ ലേഡിക് സെൽസ് എന്താണ് ചെയ്യുന്നത്? ദാറ്റ് കോൺട്രിബ്യൂട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് ആൻഡ്രജൻ. ആൻഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാനാണ് അങ്ങനെ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ ലേഡിക് സെൽസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ്രജൻ എന്താണ്? ഇറ്റ് ഇസ് എ മെയിൽ സെക്സ് ഹോർമോൺ, ടെസ്റ്റിക്കുലാർ ഹോർമോൺ ആണ് ആൻഡ്രജൻ. ടെസ്റ്റിക്കുലാർ ഹോർമോൺ. ടെസ്റ്റിക്കുലാർ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലേഡിക് സെൽസ്. അതെവിടെയാണ് കാണുന്നത്? Outside the seminiferous tubule there is a space called interstitial space. അവിടെയാണ് എന്ത് കാണുന്നത്? Leydig cells or interstitial cells. Okay, next. Next one, male accessory ducts. നോക്കാം, നമ്മളപ്പോൾ ടെസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞു. ടെസ്റ്റിസ് പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട്, അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ട്യൂബ്യൂൾസ്, ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസും സെമിനിഫറസ് ട്യൂബ്യൂൾസും. അതിൽ നിന്നാണ് സ്പെർമാറ്റോജെനസിസ് നടക്കുന്നത്. മെയിൽ ജേം സെൽസ് ആണ് സ്പെർമാറ്റോജെനസിസ് അല്ലെങ്കിൽ സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ സെർട്ടോളി സെൽസ് പറഞ്ഞു,
Then Leydig cells പറഞ്ഞു. And the next portion is male accessory duct. ഈ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പേംസിന് മൂവ് ചെയ്യാനുള്ള പാത്ത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡക്ട്സിലൂടെ നോക്കുന്നത്. The male accessory ducts are retate testis, vasa efferentia, epididymis and vas deferens. ഇപ്പം 4 എണ്ണമാണ് ഡക്സ് ഉള്ളത്. ഏതൊക്കെയായിരുന്നു? retate testis, vasa efferentia, epididymis and vas deferens. അപ്പോൾ റീറ്റേഡ് ടെസ്റ്റിസ് ഈ കാണുന്നതാണ് റീറ്റേഡ് ടെസ്റ്റിസ്. ഈ ഒരു പോർഷനാണ്. അതായത് നമുക്കറിയാം സെമിനിഫറസ് ട്യൂബ്യൂൾസ് പറഞ്ഞു, ദെൻ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് പറഞ്ഞു. സെമിനിഫറസ് ട്യൂബ്യൂൾസും ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസും. സെമിനിഫറസ് ട്യൂബ്യൂൾസ് 1 to 3 ഹൈലി കോയിൽഡ് സ്ട്രക്ചറാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന പോർഷനാണ് റീറ്റേ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. Okay, then retate testis that opens into the epididymis through the vasa efferentia. ഇപ്പോൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, ഇവിടെ റീറ്റേഡ് ടെസ്റ്റിസ്, അതായത് ടെസ്റ്റിസിൽ തന്നെ ഉള്ളൊരു സ്ട്രക്ചറാണ് റീറ്റേഡ് ടെസ്റ്റിസ്. സ്പേംസ് ആദ്യം തന്നെ പുറത്തേക്ക് വരുന്നത് ടെസ്റ്റിസിൽ നിന്ന്, അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് റീറ്റേഡ് ടെസ്റ്റിസിലേക്കാണ്. ഈ റീറ്റേഡ് ടെസ്റ്റിസിൽ നിന്ന് പിന്നെ ഇത് വാസ എഫ്രൻഷ്യ എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് പോകുന്നു. ഈ വാസ എഫ്രൻഷ്യ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ ടെസ്റ്റിസ് പോർഷനാണ്. അത് ടെസ്റ്റിസിലല്ല ഇരിക്കുന്നത്, ടെസ്റ്റിസിന്റെ പുറത്തായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ്, ഒരു ഡക്റ്റാണ് വാസ എഫ്രൻഷ്യ എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട് എഫ്രൻ ഡക്ട്ലസ്, കണ്ടോ, ടെസ്റ്റിസിന്റെ പുറത്താണ് അതിരിക്കുന്നത്. ദെൻ വാസ എഫറൻഷ്യ ദാറ്റ് ലീഡ്സ് ടു എപ്പിഡിഡൈമിസ്. ഈ പോർഷൻ എപ്പിഡിഡൈമിസ്, ഇവിടെ കോയിലായിട്ട് കാണുന്ന ഈ പോർഷനാണ് എപ്പിഡിഡൈമിസ്. ദെൻ എപ്പിഡിഡൈമിസ് ലാസ്റ്റ് ലീഡ്സ് ടു ദ വാസ് ഡിഫറൻസ്. കണ്ടോ, ഇവിടെ കാണിച്ച നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറിൽ ദ എപ്പിഡിഡൈമിസ് ലീഡ്സ് ടു വാസ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സ്ട്രക്ചർ ആയിരുന്നു ഡക്ട്സ് എന്ന് പറയുന്നത്? റീറ്റേഡ് ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ് ആൻഡ് വാസ് ഡിഫറൻസ്. റീറ്റേഡ് ടെസ്റ്റിസ് എന്ന് പറയുന്നത് ടെസ്റ്റിസിൽ തന്നെയുള്ള പോർഷനാണ്. ടെസ്റ്റിസിൽ നിന്ന് സ്പേംസ് നേരെ പോകുന്നത് എങ്ങോട്ടാണ്? റീറ്റേഡ് ടെസ്റ്റിസിലേക്കാണ്. റീറ്റേഡ് ടെസ്റ്റിസിൽ നിന്ന് പിന്നെ സ്പേംസ് പോകുന്നത് എങ്ങോട്ടാണ്? വാസ എഫറൻഷ്യ. വാസ എഫറൻഷ്യ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ ടെസ്റ്റിസ് പോർഷൻ ആണ്, അല്ലെങ്കിൽ ഡക്റ്റ് ആണ്. Okay, vasa efferentia then opens into the epididymis. Epididymis last opens into the vas deferens. Okay, അപ്പോൾ സ്പേംസ് പോകുന്ന ഒരു പാത്വേ എന്ന് പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. റീറ്റേഡ് ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്. ഇതിൽ റീറ്റേഡ് ടെസ്റ്റിസ് മാത്രമേ ടെസ്റ്റിസിന്റെ ഉള്ളിലുള്ള പോർഷനുള്ളൂ. ബാക്കി 3 പേരും ടെസ്റ്റിസിന്റെ പുറത്താണ്, ഔട്ട്സൈഡ് ദ ടെസ്റ്റിസ് പോർഷനാണ്. ഓക്കെ, ദെൻ ഇതിങ്ങനെ വാസ് ഡിഫറൻസ് ലീഡ് ചെയ്ത് ഇത് ഏത് പോർഷനാണ്? യൂറിനറി ബ്ലാഡർ. ഈ കാണുന്നത് യൂറിനറി ബ്ലാഡർ ആണ്. ഓക്കെ, അപ്പോൾ വാസ് ഡിഫറൻസ് ദാറ്റ് റിസീവ്സ് എ ഡക്ട് ഫ്രം ദ സെമിനൽ വെസിക്കിൾ. ഇവിടെ നിങ്ങൾക്ക് ഒരു സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന സ്ട്രക്ചർ കാണാം. അപ്പോൾ ഈ വാസ് ഡിഫറൻസ് യൂറിനറി ബ്ലാഡറിൽ ചെല്ലുമ്പോൾ ഇറ്റ് റിസീവ്സ് എ ഡക്ട് ഫ്രം ദ സെമിനൽ വെസിക്കിൾ ആസ് ഇജാക്കുലേറ്ററി ഡക്ട്. കണ്ടോ, അപ്പോൾ ഈ വാസ് ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ വാസ് ഡിഫറൻസ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ദാറ്റ് ലൂപ്സ് ഓവർ ദ യൂറിനറി ബ്ലാഡർ. അല്ലേ, 2 ടെസ്റ്റിസ് ഉണ്ട്. ആ 2 ടെസ്റ്റിസിലും നിന്നും ഈ ഡക്സ് എല്ലാം എറൈസ് ചെയ്യുന്നുണ്ട്. റീറ്റേഡ് ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്. ഈ വാസ് ഡിഫറൻസ് 2 വന്നിട്ട് നേരെ പോകുന്നത് ദാറ്റ് ലൂപ്സ് ഓവർ ദ യൂറിനറി ബ്ലാഡർ. അപ്പോൾ ഈ യൂറിനറി ബ്ലാഡറിന്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ദാറ്റ് റിസീവ്സ് എ ഡക്ട് ഫ്രം ദ സെമിനൽ വെസിക്കിൾ. ഒരു ഡക്ട് സെമിനൽ വെസിക്കിളിൽ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് ഈ വാസ് ഡിഫറൻസിലേക്ക്. ആ ഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇജാക്കുലേറ്ററി ഡക്ട്. എന്തിനു വേണ്ടിയായിരിക്കും അവിടെ അങ്ങനെ ഒരു ഡക്ട് കൊടുത്തിരിക്കുന്നത്? ദ സ്പേംസ് ആർ സ്റ്റോർ ഇൻ ദിസ് ഡക്ട് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ യുറീത്ര പോർഷൻ. ഇതാണ് നമ്മുടെ യുറീത്ര പോർഷൻ. ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ യുറീത്ര പോർഷൻ. ഓക്കെ, അപ്പൊ ഇജാക്കുലേറ്ററി ഡക്ട് എന്ന് പറയുന്നത് ദാറ്റ് സ്റ്റോർ ദ സ്പേംസ് ആൻഡ് ട്രാൻസ്പോർട്ട് ദ സ്പേംസ് ഇൻ ടു ദ യുറീത്ര
പോർഷൻ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് സെമിനൽ വെസിക്കിളിൽ നിന്ന് വാസ് ഡിഫറൻസിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു ഡക്റ്റാണ്. Then urethral meatus. എന്തായിരിക്കും urethral meatus? The external opening of urethra is urethral meatus. ഈ യുറീത്രയുടെ ലാസ്റ്റ് വരുന്ന ഓപ്പണിങ്ങിനെയാണ് നമ്മൾ urethral meatus. ലാസ്റ്റ് വരുന്ന ഓപ്പണിങ്ങിനെയാണ് നമ്മൾ യുറീത്രൽ മീറ്റസ് എന്ന് പറയുന്നത്. ദ ഓപ്പണിംഗ് ഓഫ് യുറീത്ര, ദാറ്റ് ഈസ് ദ യുറീത്രൽ മീറ്റസ്. ദെൻ നെക്സ്റ്റ്, പാത്വേ ഓഫ് സ്പേംസ് ത്രൂ ആക്സസറി ഡക്റ്റ്. നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ആക്സസറി ഡക്റ്റ് കാണാം. ഇതാണ് ടെസ്റ്റിസ്, എ പെയർ ഓഫ് ടെസ്റ്റിസ്. ദെൻ റീച്ച് എ ടെസ്റ്റിസ്. ദെൻ സ്പേംസ് വാസ എഫറൻഷ്യ, ഇതിൻ്റെ പുറത്ത് തന്നെ വാസ എഫറൻഷ്യ. ദെൻ എപ്പിഡിഡൈമിസ്, എപ്പിഡിഡൈമിസിലേക്ക് പോകുന്നു. ദെൻ വാസ് ഡിഫറൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. വാസ് ഡിഫറൻസ്, വാസ് ഡിഫറൻസിൽ നിന്ന് കേട്ടോ ഇവിടെ ഒരു ഡക്റ്റ് വരുന്നുണ്ട്. സെമിനൽ വെസിക്കിൾ ഇവിടെ ഇരിക്കുന്നു. സെമിനൽ വെസിക്കിളിൽ നിന്നൊരു ഡക്റ്റ് വരുന്നു. അതിനെയാണ് നമ്മൾ ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയുന്നത്. ഇജാക്കുലേറ്ററി ഡക്റ്റിൽ നിന്നാണ് പിന്നെ യുറീത്ര പോർഷനിലേക്ക് സ്പേംസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്പേംസിൻ്റെ ഒരു പാത്വേ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് പാത്വേ നോക്കാം സ്പേംസിൻ്റെ. ദ സ്പേംസ് ആർ released from the seminiferous tubules. Then it transport into the retate testis. And retate testisൽ നിന്ന് പിന്നെ വാസ എഫറൻഷ്യ, വാസ എഫറൻഷ്യ. Then it leads to epididymis. Then vas deferens. Then urethra. The last portion is urethral meatus. അപ്പോൾ ഇങ്ങനെയാണ് സ്പേംസിൻ്റെ ഒരു പാത്വേ എന്ന് പറയുന്നത്. സ്പേംസ് ഉണ്ടാകുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസിലെ മെയിൽ ജേം സെൽസിൽ നിന്നാണ്. അത് നേരെ റീറ്റർ ടെസ്റ്റിസിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് വാസ എഫറൻഷ്യ, ദെൻ എപ്പിഡിഡൈമിസ്, ദെൻ വാസ് ഡിഫറൻസ്, ദെൻ യുറീത്ര, ലാസ്റ്റ് അത് യുറീത്രൽ മീറ്റസിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആക്സസറി ഗ്ലാൻസ്. അപ്പോൾ ആക്സസറി ഡക്റ്റ് നമ്മൾ കണ്ടു, സ്പേംസ് വരുന്ന വഴികൾ നമ്മൾ കണ്ടു. ഇനി ആക്സസറി ഗ്ലാൻസ്, ആ സ്പേംസ് അങ്ങനെ മൂവ് ചെയ്യാൻ കുറച്ച് സെക്രീഷൻസും കൂടി വേണം. അതിന് ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് നോക്കാം. ആക്സസറി ഗ്ലാൻസ്, ദ ആക്സസറി ഗ്ലാൻസ് ആർ പെയർഡ് സെമിനൽ വെസിക്കിൾ, എ പ്രോസ്ട്രേറ്റ് ആൻഡ് എ പെയർഡ് ബൾബോയുറീത്രൽ ഗ്ലാൻഡ്. 3 ഗ്ലാൻസ് ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനുള്ളത്. ഇതിൽ this is the seminal vesicle. This is the seminal vesicle. ഇവിടെ കാണുന്നതാണ് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്നത്. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, this is the prostate gland. And paired bulbourethral gland. ഇവിടെ ഒരു paired structure ആയിട്ടുള്ള bulbourethral gland ഉണ്ട്. Okay, this is the seminal vesicle. Seminal. This is the bulbourethral, and this is the prostate gland. ഓക്കെ, അപ്പോൾ 3 ഗ്ലാൻസ് ആണുള്ളത്. അതിൽ സെമിനൽ വെസിക്കിള് പെയർഡ് സ്ട്രക്ചറാണ്. പ്രോസ്റ്റേറ്റ് പെയർഡ് അല്ല, ഒരെണ്ണേ ഉള്ളൂ. അതിൽ ബൾബോയുറീത്രൽ ഗ്ലാൻഡും പെയർഡ് സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള സെക്രീഷൻസ്, ദീസ് ഓൾ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് സെക്രീഷൻസ്, and that secretions contains several enzymes and fructose. Fructose and several enzymes.
ഈ സെക്രീഷൻസിനെയാണ് നമ്മൾ സെമൻ എന്ന് പറയുന്നത്. സെമൻ. അപ്പോൾ ദീസ് ഓൾ ഗ്ലാൻഡ്സ്, പെയർഡ് സെമിനൽ വെസിക്കിൾ, a prostate gland and paired bulbourethral gland produce semen, and this semen consists fructose and several enzymes. അപ്പോൾ സ്പേംസിൻ്റെ കൂടെ തന്നെയാണ് ഈ സെക്രീഷൻസും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് എൻസൈംസും ഫ്രക്ടോസും ഉള്ള ഒരു ഫ്ലൂയിഡാണ് സെമൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ സ്പേംസും ഉണ്ടാകുന്നു. നെക്സ്റ്റ് ഈസ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ പോർഷൻ. എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഈസ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ കാവിറ്റി. നമുക്ക് കാണാൻ പറ്റുന്ന പോർഷനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത്. ദാറ്റ് കൺസിസ്റ്റ് പെനിസ് ആൻഡ് പെനിസിൻ്റെ പാർട്സ് ആണ് ഗ്ലാൻസ്, പെനിസ് ആൻഡ് ഫോർ സ്കിൻ. ദ പെനിസ് കണ്ടോ, ഇതാണ് പെനിസ് എന്ന് പറയുന്ന റീജിയൻ. എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്ന റീജിയൻ. ദ സ്പേംസ് ആർ ഇജക്റ്റഡ് ത്രൂ ദ പെനിസ് റീജിയൻ. ഓക്കെ, ദെൻ ഗ്ലാൻസ് പെനിസ്. ഗ്ലാൻസ് പെനിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എൻലാർജ്ഡ് എൻഡ് ഓഫ് പെനിസ്. ആ പെനിസിൻ്റെ എൻലാർജ്ഡ് എൻഡിനെയാണ് നമ്മൾ ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നത്. ദെൻ ഫോർ സ്കിൻ. ഫോർ സ്കിൻ മീൻസ് ദ പെനിസ് ഈസ് കവേർഡ് ബൈ എ ലൂസ് സ്കിൻ കോൾഡ് ഫോർ സ്കിൻ. ലൂസ് സ്കിൻ. ഗ്ലാൻസ് പെനിസ് എന്തായിരുന്നു? എൻലാർജ്ഡ് എൻഡ്. Enlarged end of penis. Enlarged end of penis ആണ് glans penis, and the loose skin covered by penis is foreskin. അതുപോലെ തന്നെ the penis is composed of special kind of tissues that helps in the erection of penis. അപ്പോൾ ഈ മൂന്ന് പാർട്സ് നിങ്ങൾ കണ്ടു. പെനിസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ പോർഷനാണ്, എൻലാർജ്ഡ് എൻഡ് ഗ്ലാൻസ് പെനിസ് ആണ്, ആൻഡ് ദ ലൂസ് സ്കിൻ കവേർഡ് ബൈ പെനിസ് ഈസ് ഫോർ സ്കിൻ. അപ്പോൾ ഇത്രയും പാർട്സ് ആണ് നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടി നോക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. Humans are the sexually reproducing viviparous animals. Male reproductive system that is located in the pelvis region. It consists of a pair of testes, a accessory duct, accessory gland and external genitalia portion. Pair of testes എന്ന് പറയുമ്പോൾ primary sex organs ആണ്. Oval in shape, 4 to 5 cm length and 2 to 3 cm in width, and it is covered by a pouch called scrotum. Scrotum maintains the low temperature within the testis 2 to 2.5 degrees Celsius lower than the normal body temperature. It helps for spermatogenesis. Spermatogenesis means sperm production. Male reproductive system നമുക്കിവിടെ സ്കോട്ടം കാണാം. ഒരു പൗച്ച് കൊണ്ട് കവർ ചെയ്താണ് ടെസ്റ്റിസ് ഇരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? Testis is divided into 250 compartment is called testicular lobules. Within the testicular lobules, 1 to 3 highly coiled structure called seminiferous tubules. Within the seminiferous tubules, the male germ cells and Sertoli cells are there. Male germ cells or spermatogonia undergo meiotic division to produce sperms. Sertoli cells give nutrition to the sperms or spermatogonia. Then next is interstitial cells or Leydig cells. Outside the seminiferous tubules, there is a space called interstitial space that contains blood vessels, interstitial cells or Leydig cells. The Leydig cells produce androgen. Androgen is a male sex hormone. Testicular hormone ആണ് androgen. ദെൻ മെയിൽ ആക്സസറി ഡക്ട്. ഈ സ്പേംസ് എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുന്നത്, ഏതൊക്കെ ഡക്ട് വഴിയാണ് മൂവ് ചെയ്യുന്നത്? റീറ്റ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്. ആദ്യം ടെസ്റ്റിസിൽ നിന്ന് സ്പേംസ് റീറ്റ ടെസ്റ്റിസിലേക്ക് കയറുന്നു, ദെൻ അത് വാസ എഫറൻഷ്യയിലെത്തുന്നു, ദെൻ എപ്പിഡിഡൈമിസിലേക്ക് കിടക്കുന്നു, ദെൻ ലാസ്റ്റ് വാസ് ഡിഫറൻസിലേക്ക് പോകുന്നു. ഓക്കെ, ദെൻ വാസ് ഡിഫറൻസ് it opens into the urinary bladder and it receives a duct from the seminal vesicle, that is the ejaculatory duct. Ejaculatory duct store and transport the sperms into the urethra portion. Urethra portion എന്താണ്?
Urethra is originate from the urinary bladder. Uriനും അതുപോലെ തന്നെ spermsഉം പാസ് ചെയ്യുന്നതാണ് urethra portion എന്ന് പറയുന്നത്. അത് ഒറിജിനേറ്റ് ചെയ്യുന്ന urinary bladderൽ നിന്നാണ്. Then accessory glands. Accessory glands മൂന്ന് ടൈപ്പാണ്. paired seminal vesicle and a prostate gland and a paired bulbourethral gland. And these glands produce a secretion called semen. Semen contains several enzymes and fructose. Okay, അപ്പോൾ സ്പേംസിൻ്റെ കൂടെ തന്നെ റിലീസ് ചെയ്യുന്ന ഈ ഗ്ലാൻസിൽ നിന്നുള്ള സെക്രീഷൻ ആണ് സെമൻ എന്ന് പറയുന്നത്. സ്പേംസിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഈ സെമനും സെക്രീറ്റ് ചെയ്യുന്നത്. സെമൻ്റെ ഉള്ളിലായിരിക്കും സ്പേംസ് ഉള്ളത്. Then next is external genitalia. External genitalia is situated outside the abdominal cavity. Penis is the external genitalia portion and the enlarged end of penis ആണ് നമ്മൾ glans penis and the loose skin covered by penis ആണ് foreskin എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കഴിഞ്ഞു.